ഇനി ഞാനിവിടെ നല്ലൊരു ബീറ്റ്റൂട്ട് തോരനാണ് തയ്യാറാക്കുന്നത്. ബീറ്റ്റൂട്ട് തോരൻ വെച്ചാലും മെഴുക്കുവരട്ടി വെച്ചാലും എനിക്കിഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം എനിക്ക് തോരനാണ്. ഇച്ചിരി സമയം എടുക്കുമെങ്കിലും അതൊന്ന് അരിഞ്ഞെടുത്ത് കിട്ടിയാൽ എളുപ്പത്തന്നെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇതൊന്നും കഴിക്കാറില്ലല്ലോ. പിന്നെ ബീറ്റ്റൂട്ട് പച്ചയ്ക്ക് തിന്നുന്നത് എനിക്കിഷ്ടമല്ല. വേവിച്ച് എങ്ങനെ വെച്ച് കഴിച്ചാലും അച്ചാറിട്ടാലും പച്ചടി ഉണ്ടാക്കിയാലും അതുപോലെ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ബീറ്റ്റൂട്ടിൻ്റെ അച്ചാർ സൂപ്പറാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. ഞാൻ ഈ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് കൊത്തി അരിയുന്നു. ഇങ്ങനെ പണ്ടൊക്കെ ഉള്ളവരിങ്ങനെ അരിയുമായിരുന്നു. ഇപ്പോൾ എല്ലാം ചോപ്പറൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പിച്ചാത്തി നല്ല സൂപ്പറാണെങ്കിൽ ഇതുപോലെ അരിയാൻ നല്ല രസമാണ്. കുറച്ച് സമയം എടുക്കുമെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കൈക്കും ഒരു എക്സസൈസ് ആകും. അതുപോലെ തന്നെ ഒരു രസമല്ലേ ഇത് ഇങ്ങനെ അരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലതാണ്. വെള്ളം അധികം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചോപ്പറിലൊക്കെ ചോപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഞാൻ കൈ കൊണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. ഉള്ളിയും അതോടൊപ്പം പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു സാധനം മാത്രം മതി. അതിന് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയാണോ ഇഷ്ടം അതോ തോരനാണോ എന്ന് പറയുക. നിങ്ങളും ഇങ്ങനെയൊക്കെയല്ലേ തോരൻ വെക്കുന്നത്? ഞാൻ അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ ഒന്നിട്ട് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇതൊന്ന് കൈകൊണ്ട് മിക്സാക്കിയതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് ചേർത്താൽ മാത്രം മതി. നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡിയാകും. പലപ്പോഴും മടി പിടിക്കുമ്പോൾ ഇതൊന്നും നടക്കാറില്ല. പിന്നെ ഈ തണുപ്പ് സമയത്ത് മാർക്കറ്റിൽ ഇഷ്ടംപോലെ വരുന്ന ഒന്നാണ് ബീറ്റ്റൂട്ട്. ഞങ്ങൾക്കിവിടെ കൂടുതലായിട്ട് കിട്ടും. ഈ സമയം തണുപ്പാകുമ്പോഴേ നല്ല വിലക്കുറവിന് തന്നെ കിട്ടും. ഞാൻ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കടുകിട്ട് കൊടുത്ത് ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് റെഡിയാക്കി വെച്ചേക്കുന്നത് ചേർത്ത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. പിന്നെ എൻ്റെ സൗണ്ടിന് ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് പോയിരിക്കുകയാണ്. അത് ക്ഷമിക്കുക. പിന്നെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാൻ നിങ്ങളുടെ അഭിപ്രായം വീണ്ടും നിങ്ങൾ അറിയിക്കുക. ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചേർക്കത്തില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടി നമുക്ക് ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.